ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെല്ലാമെന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അൽഹംദുലില്ലാ നമ്മളോട് റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പ് 16-ൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളെയും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞേക്കലും ക്ലീനിങ്ങും കാര്യവും ആൾക്കാരെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു 12 ഞാൻ ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതെല്ലാം പുറത്തെടുത്തിച്ച് പിന്നെ എന്നിട്ട് ഒരു മണിയാകുമ്പോൾ ഞാൻ കറിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടാണ്. കുളിക്കുന്നതിന് മുന്നേ കറിയെല്ലാം വെച്ചു. പിന്നെ മസാല പറ്റിയാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കന് സ്നാക്കിന് വേണ്ടെല്ലാം അതെല്ലാം പറ്റിയിട്ടെല്ലാം വെച്ചു. പിന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ 4:15 കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. വന്നപ്പാട് ഫസ്റ്റ് മമ്മി കടലെല്ലാം പൊങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല ആക്കാനുള്ള മനസ്സുറിച്ച അതാ ഫ്രൂട്ട്സും കുറച്ച് സാധനമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് വെക്കലാണ് കേട്ടോ. ചിക്കു, മുന്തിരി, പിന്നെ കാടമുട്ട, പിന്നെ കടലപ്പൊടി, പിന്നെ മാങ്ങ, അങ്ങനത്തെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഷെയ്ക്കാക്കുന്നത് പിന്നെ കോക്കനട്ട് പൾപ്പോടാണ് കേട്ടോ. പിന്നെ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് വെച്ച് മമ്മി ഇതടെ മസാല ആക്കി എടുക്കുന്നുണ്ട് കടലെല്ലാം. പിന്നെ ഇന്ന് കോഴിക്കടുമ്പാന്ന് കേട്ടോ ഉണ്ടാക്കുന്നു. അതിനുള്ള തേങ്ങയെല്ലാം ചരച്ച് വെച്ചു. പിന്നെ എന്നിട്ട് ഇതാ വറുത്തെടുക്കലാന്ന് കേട്ടോ. പിന്നെ ഇതാ കാടമുട്ടയെല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ചിക്കൻ കറി വെച്ചത് കോഴിക്കടുമ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം പിന്നെ അത്താഴത്തിലേക്ക് കറി എടുക്കുക, പിന്നെ രാത്രിയേക്ക് കോഴിക്കടുമ്പാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കാടമുട്ടയെല്ലാം വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇതാ കാടമുട്ടയെല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഇതാ തേങ്ങയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കലാന്ന്. ആ സമയം കൊണ്ട് തന്നെ ഞാനിതാ ഉരുളക്കിഴങ്ങ് ചിക്കൻ ബട്ടർ ഫ്രൈയിലേക്കുള്ള ഉരുളക്കിഴങ്ങെല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് മുറിച്ചിട്ട് വെക്കലാന്ന്. അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ ബട്ടർ ഫ്രൈയും, പിന്നെ ബ്രെഡ് പിസയും, പിന്നെ കട്ലറ്റ്, പിന്നെ കാടമുട്ട ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ എന്തെന്നിപ്പോൾ പിന്നെ ഓർമ്മയില്ല കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന വോയിസ് ഇട്ടുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഓരോന്നെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതാ തേങ്ങൻ്റെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അതിന് അത് അരച്ചെടുക്കലാന്ന്. അങ്ങനെ ബട്ടർഫ്ലൈ ചിക്കനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ തേങ്ങ അരച്ചെടുക്കലാന്ന്. കാടമുട്ട വെന്ത് കഴിഞ്ഞു കേട്ടോ. ഗ്യാസ് ഓഫാക്കി. ഇനിതാ തേങ്ങ അരച്ചെടുത്തു കേട്ടോ. അതിനിതാ ചിക്കൻ പിസക്കുള്ള ചിക്കനെല്ലാം മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന്. അതിൻ്റെ അടുത്ത് കറണ്ട് പോയിക്കൊണ്ട് വന്നുകൊണ്ടെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കോഴിക്കടുമ്പയുള്ള കോഴിക്കടുമ്പാന്ന് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനുള്ള കടുമ്പെല്ലാക്കി എടുക്കലാന്ന്. ഇതിങ്ങനെ നീളത്തിലുള്ള കടുമ്പാന്ന് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ മസാല ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതല്ല. നമ്മളിപ്പോൾ കോഴിക്കറി തേങ്ങ അരച്ച് വെച്ച ചാറുണ്ടാവില്ല, കോഴിക്കറി ആക്കുന്നില്ല, അതിലേക്ക് ഇങ്ങനെ കടുമ്പാക്കിയിട്ട് ഇടുന്നത് കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. മൻസൂർച്ച അത് കഴിക്കല്ല, മൻസൂർച്ചക്ക് ഇഷ്ടമില്ല കേട്ടോ. മൻസൂർച്ചക്ക് അപ്പോൾ പത്തനാമത്തെ ചൂടാന്ന് വിചാരിച്ച് വയ്യ ഞാനിത് തിന്നോളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചങ്ങനെ തിന്നിന് കേട്ടോ. 10 ചൂടാന്ന് തമ്പിച്ചിട്ടാ. ഏതായാലും കറിയുണ്ട് കോഴിക്കറി. 10 ചൂടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 ദോശയായിട്ട്. അപ്പോൾ അത് വേണ്ട, ഞാൻ ഇത് തിന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഇത് തന്നെ തിന്ന്. അങ്ങനെ അതുമെല്ലാം റെഡിയാക്കി എടുത്തു. ഇതാ പിന്നെ വേവിക്കാൻ വേണ്ടി വെക്കലാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, അത് കീച്ച് വെച്ചു. അതിലേക്ക് ഇതാ കടുമ്പിനുള്ള കടുമ്പെല്ലാം വെച്ചു. ഇത് ബസളിൻ്റെ ഇലയാണ് കേട്ടോ. കറിയെല്ലാം ഉണ്ടാക്കുന്ന ബസളിൻ്റെ ഇല എല്ലാവർക്കും അറിയോ? ഒരാൾക്ക് അറിയാത്താക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കുന്ന ബസളിൻ്റെ ഇതുപോലത്തെ ചെടിയാണ് കേട്ടോ. കറിക്കെല്ലാം ഇടുന്ന കറിയെല്ലാം ഉണ്ടാക്കുന്ന അത് വെച്ചിട്ട് ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടാക്കാത്തവരുണ്ട് ഉണ്ടാക്കും നോക്കട്ടോ. പിന്നെ അത് ഞാൻ നേരത്തെ ഉച്ചയ്ക്ക് പറിച്ചിട്ട് വെള്ളത്തിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ ചേറെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് പൊന്നിട്ട് പോട്ട് നിറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഓരോന്നേ കഴിച്ചെടുക്കലാന്ന് കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചും. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഇതാ കാടമുട്ടക്കുള്ള മസാല പറ്റി വെക്കലാന്ന്.
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബസലിൻ്റെ ലീഫ് വെച്ചിട്ട് ബജി ഉണ്ടാക്കുന്നത്, മുളക് ബജിയിൽ ഉണ്ടാക്കുന്നത് അതുപോലെയാണ് കേട്ടോ. പിന്നെ ഇത് ബജിക്കുള്ള പിന്നെ കടലമാവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് പിന്നെ അപ്പക്കാരൻ്റെ സോഡാപ്പൊടി അതും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കലാണ്. എന്നിട്ട് അതെല്ലാം റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചു. എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കൽ. അങ്ങനെ ചിക്കൻ ബട്ടർ ഫ്രൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബസലിൻ്റെ ബജിക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് അയലിൻ്റെ വെള്ളാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കാടമുട്ടെല്ലാം ഫ്രൈ ആക്കി എടുക്കലാണ്. ചിക്കൻ കറിയെല്ലാം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ചിക്കൻ്റെ പീസും കുറച്ച് കറിയെല്ലാം മാറ്റി വെക്കലാണ് കേട്ടോ. അത്താഴത്തിലേക്ക് വേണ്ടിയിട്ട് ഒന്നിച്ചിട്ട് തന്നെ വെച്ചതാണ്. എന്നിട്ട് ബാക്കി കറിയിലേക്ക് ഇതാ കടുമ്പെല്ലാം ഇട്ട് കൊടുക്കലാണ്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് പിന്നെ ഗ്യാസ് വെച്ചിട്ട് ടൈറ്റാക്കി എടുക്കലാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. ഏതാ ബ്രെഡ് പിസക്കുള്ള ബ്രെഡെല്ലാം ഇങ്ങനെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കലാണ് കേട്ടോ. ഇന്ന് ഷേക്ക് ഉണ്ടാക്കുന്നത് ഇതാണ് കേട്ടോ. ടെൻഡർ കോക്കനട്ട് പൾപ്പാണ്. അതേ മനസ്സോർച്ച വരുമ്പോൾ വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ പിസക്കുള്ള സോസെല്ലാം ആക്കി കൊടുക്കുന്നുണ്ട്. കെച്ചപ്പാണ് കേട്ടോ, സോറി സോസല്ല. ഉള്ളിയും ക്യാപ്സിക്കും ചിക്കൻ ഫ്രൈ ആക്കിയത് മാത്രമാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. വേറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ കേട്ടോ. എൻ്റെ സംസാരം എല്ലാവർക്കും അങ്ങനെ എത്ര പെട്ടെന്ന് പിന്നെ മനസ്സിലാവണമെന്നില്ല കേട്ടോ. എൻ്റെ സംസാരം ഫാസ്റ്റാണ്. ഞാൻ പൊതുവേ സംസാരിക്കൽ ഫാസ്റ്റാണ് കേട്ടോ. എൻ്റെ അടുത്തുള്ള തന്നെ മനസ്സിലാവില്ല. പിന്നെ ഇപ്പോൾ സ്ലോ ആക്കിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഓരോരോ മിസ്റ്റേക്ക് വരുന്നു കേട്ടോ. ഷാ അങ്ങനത്തെ എന്തോ വരുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കണം. പിന്നെ ഞാൻ ഫാസ്റ്റ് സംസാരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ വോയിസ് ഇടുന്ന സമയത്ത് മാത്രം പിന്നെ സ്ലോ ആക്കുന്നതാണ്. അപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി വരുന്നുണ്ട് കേട്ടോ. പിന്നെ പിന്നെ പിസക്കുള്ള ചീസെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് ഓറിഗാനോ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെക്കലാണ് കേട്ടോ. ഓറിഗാനോ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കുക 5 മിനിറ്റ് മുന്നേ ആയിട്ടും സ്റ്റൗ ഓണാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ചീസെല്ലാം മെൽറ്റായി കിട്ടും കേട്ടോ. അതായത് കോഴിക്കടുമ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ടോ. അങ്ങനെ പിസ്സ എല്ലാം റെഡിയാക്കിയത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ ഗ്യാസ് ഓണാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് സെറ്റായിക്കോളും. ഇനി ഇത് ഓരോന്നേ ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. അത് കാടമുട്ട ഫ്രൈ ആക്കി എടുത്തു. ഇനി ഇതാ ചിക്കൻ ബട്ടർ ഫ്രൈയെല്ലാം ഫ്രൈ ആക്കി എടുക്കലാണ്. കാടമുട്ടയ്ക്ക് ഇതാ ടൂത്ത്പിക്കെല്ലാം കുത്തി കൊടുക്കലാണ്. അങ്ങനെ നോമ്പ് പറഞ്ഞിട്ട് നോമ്പ് 17 നോമ്പുമായിട്ട് അൽഹംദുലില്ലാ. പിന്നെ നല്ല റാഹത്തിൽ കഴിഞ്ഞു കൂടി കേട്ടോ. ഇനി ബാക്കിയുള്ള നോമ്പ് ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഇന്ന് 17-ാം നോമ്പാണ് കേട്ടോ. എല്ലാവരും ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ എന്നെയും കുടുംബത്തിനെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഞാനും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും കേട്ടോ, മറക്കണ്ട. പിന്നെ അങ്ങനെ ഇത് കട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കട്ലറ്റിലേക്കുള്ള മുട്ടയെല്ലാം ബീറ്റ് ചെയ്തെടുക്കലാണ്. അങ്ങനെ കട്ലറ്റ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ആക്കിയത് ബാക്കി തന്നെ ഉണ്ടായിന്. ഇപ്പം ഞാൻ മിക്സിയിലടിച്ചത് സാധാരണ വെള്ളവും പഞ്ചസാരയാണ് കേട്ടോ. ഇന്ന് ഓറഞ്ച് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പം പഞ്ചസാര നേരത്തെ അടിച്ച് വെച്ചെങ്കിൽ വാങ്ങി കൊടുക്കുന്ന കുറച്ച് മുന്നേ നമുക്ക് ഓറഞ്ച് ഇട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എല്ലാം കഴിച്ച് പോകും. അപ്പോൾ ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞ് കിട്ടും കേട്ടോ. പച്ചവെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ സാധാരണ വെള്ളത്തിൽ പിന്നെ അടിച്ചു വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തണുത്ത വെള്ളത്തിൽ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തണുത്ത വെള്ളം കൂട്ടിയിട്ടും ഓറഞ്ച് കൂട്ടിയിട്ട് അടിച്ചെടുക്കലാണ് കേട്ടോ. അങ്ങനെ ബട്ടർഫ്ലൈ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തു. അതിന് ശേഷം പിന്നെ ബസലേൻ്റെ ബജിയെല്ലാം റെഡിയാക്കി എടുക്കലാണ്. നല്ല പൊങ്ങിയിട്ടെല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കടലെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊങ്ങിയിട്ടെല്ലാം മസാല ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റും സവാളെല്ലാം ഇട്ട് കൊടുക്കലാണ്. കക്കിരി. അങ്ങനെ
ബജിയും ഫ്രൈ ചെയ്തെടുത്തു. ഇത് കട്ലറ്റെല്ലാം ഫ്രൈ ചെയ്തെടുക്കലാണ്. അങ്ങനെ കട്ലറ്റും ഫ്രൈ ആക്കി കഴിഞ്ഞാൽ പിന്നെ പലഹാരങ്ങളെല്ലാം റെഡി ആയിട്ടാണ്. പിന്നെ പിസ്സ മാത്രം ബാങ്ക് കൊടുക്കുന്നൊരു 5-10 മിനിറ്റ് മുന്നേ വന്നിട്ട് ഓണാക്കിയാൽ മതി. ഞാനിതാ കട്ലറ്റെല്ലാം റെഡിയാക്കി എടുത്തു. ഇതാ ജ്യൂസെല്ലാം റെഡിയാക്കി എടുക്കലാന്ന്. ബാങ്ക് കൊടുക്കാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിസ്സക്കുള്ള ഗ്യാസെല്ലാം ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസെല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നേ ടേബിളിന്മേൽ കൊണ്ടുവെക്കലാന്ന്. അങ്ങനെ ഇതാ പിസ്സ റെഡിയായി വന്നു കേട്ടോ. ചീസെല്ലാം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം പ്ലേറ്റിലാക്കി എടുക്കലാന്ന്. ഇനി ഷെയ്ക്ക് ആക്കാനുണ്ട് കേട്ടോ. അത് മനസ്സൂർച്ച വന്നിട്ട് ഉണ്ടാക്കലാന്ന്. ഇല്ലെങ്കിൽ 7 ആളാണ് നട്ടുണ്ട്. ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഒന്നും കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം പ്ലേറ്റിൽ സെറ്റാക്കി വെക്കലാന്ന്. 7 ആളെന്ന് വെച്ചെങ്കിൽ പിള്ളേരെ 2 ചെറിയ പിള്ളേരെ കൂട്ടിയിട്ട് 7 ആളുണ്ട് കേട്ടോ. പക്ഷെ അവരൊന്നും കഴിക്കല്ല. അവർ പിന്നെ ഇങ്ങനെ അവർക്ക് പ്ലേറ്റിലിട്ട് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ആണ് കേട്ടോ. മറ്റേച്ചാൽ അവരൊന്നും തിന്നലൊന്നുമില്ല. അങ്ങനെ ചെറിയ പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ഇതാ പലഹാരങ്ങളും ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാന്ന്. ഇതാ മനസ്സോർച്ചതാ ഷേക്ക് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ബാങ്കെല്ലാം കൊടുത്തു, നോമ്പെല്ലാം മുറിച്ചു. അൽഹംദുലില്ലാ. അങ്ങനെ ഇന്നത്തെ നോമ്പും ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.